സഞ്ജയ് ഐഡിയ കൊള്ളാലോടാ അത്. നിങ്ങൾ വലിയ കച്ചവടക്കാരുണ്ടെന്ന് അറിയാൻ വയ്യ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന പരിപാടികളാണ്. ആണോ? പ്രകാശ് നിങ്ങളുടെ മോൻ തന്നെ കേട്ടോ. അപ്പൊ ഈ പോറലൊന്നും ഇനി പുറത്ത് കാണത്തില്ലല്ലേ? എവിടെന്ന് മഷി ഇട്ട് നോക്കിയാൽ പോലും ഒന്നും കാണൂല. ആണല്ലേ? ഇവനെ നമ്മുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിച്ചാലോ? ഇവനെ പഠിപ്പിച്ച് എങ്ങനെയും ഈ കൃഷി ഓഫീസർ ആക്കണം. നല്ല ഐഡിയ ഉള്ള പയ്യനാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. ബിസിനസ് ഒക്കെ പച്ച പിടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇതെന്റെ മകനാ. ആയിക്കോട്ടെ, ബിസിനസ്സിലും മകൻ അങ്ങനെയൊന്നുമില്ല. പോടാ ചിന്തിക്ക് നിങ്ങള് പ്രകാശ്, എന്താണിത്? പോടാ സെറ്റായോടാ അത്? ആയി വരുന്നു. ഇവനെ കൊള്ളാട്ടോ, സംഭവങ്ങൾ കൊള്ളാം. ഇതൊക്കെ നോക്കി ചെയ്യേണ്ട പണിയാച്ചാ. ഇതിങ്ങനെ ആക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ഈ സാധനം വണ്ടി മേടിച്ചോണ്ടെന്ന ഞാനാണ്. നീ വെളച്ചിലെടുക്കല്ലേ? ഞാൻ സമാനത്തോടൊന്ന് പണിയെടുക്കട്ടെ, നിങ്ങളൊന്ന് മാറിയ സംസാരിക്കും. സൗകര്യമില്ല ചെയ്യടാ. എന്റെ തനി സ്വഭാവം അറിയാൻ. ഇനി ഇവനെ കൂടെ കൂട്ടണടാ. നീ ഇല്ലേ പറഞ്ഞ കൂടെ കൂട്ടാ? ഇനി ഇവനെ കൂടെ കൂട്ടണ. എനിക്കറിയാവോ നിങ്ങളെക്കാളും കയ്യിലിരിപ്പാണ് ഈ ചെറുക്കന്. നീ ഒറ്റ ഒരുത്ത് കാരണ ആ സഞ്ജു ചെറുക്കിന് ഈ അപകടമൊക്കെ പറ്റിയത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ആ കൂടോത്രക്കാരി ഗീതയുടെ കൂട്ടുകൂടരുതെന്ന്. നീ അല്പമെങ്കിലും വിശ്വസിച്ചോ? നിനക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം വരും. എന്റെ അമ്മ, അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ? അന്ധവിശ്വാസം എന്നും പറഞ്ഞിരുന്നോ? നിനക്ക് ഇനിയും പണി കിട്ടും. നിങ്ങളെ സഹിക്കുന്നതിലും വലുതൊന്നല്ലല്ലോ ഇതെല്ലാം അനുഭവിക്കല്. എന്നെ സഹിക്കാൻ പറ്റില്ല, നീ ഇവിടുന്ന് ഇറങ്ങി പോക്കോ. സൗകര്യമില്ല. സൗകര്യമില്ല. സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല, അത്ര തന്നെ. ആ കൂടോത്രം ഗീത വല്ല കൈവശം കൊടുത്തു വേണോ? അച്ഛാ, നമുക്കേ അവിടെ കുറെ കൃഷിയൊക്കെ ചെയ്താലോ? ചെയ്യാം. പിന്നെ നമ്മുടെ തെക്കേടത്തെ പാടം ഇപ്പോഴും പാടത്തിന്റെ കൊടുത്തേക്കല്ലേ? അതെ. അതിന് കൃഷി ചെയ്യാൻ തരുമോ? എന്ത് കൃഷി ചെയ്യാൻ? അതങ്ങനെയല്ല, എനിക്ക് ആ മണ്ണിന്റെ ലവണങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടേ അവിടെ ആ പരിപാടിയൊക്കെ നടക്കുമെന്നൊന്ന് തിരക്കണം. ആദ്യം നീ PSC ടെസ്റ്റ് എഴുതി ഒരു സർക്കാർ ജോലി മേടിക്കുന്നു. അത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് വേണം തരാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഉറപ്പല്ലേ? അവസാനം ഈ കൃഷിയും ലവണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് PSC ടെസ്റ്റ് പാസ്സായിരുന്ന ഞാൻ ഇല്ല, ചുമ്മാ സൈഡായിട്ടെന്തെങ്കിലും ചുമ്മാ നടക്കൂലേ? നിനക്ക് ഈ സൈഡ് നടപ്പ് കുറച്ച് കൂടുതൽ. അതിൻ്റെയാണല്ലോ മുഖത്തെ പാടും എൻ്റെ വണ്ടിയുടെ പാടും. അതൊക്കെ ഇപ്പം മാറും. പ്രകാശി, വേണുക്കുട്ടാ, നീ ആ പൈപ്പ് ഓഫ് ചെയ്തിട്ടോടാ. വണ്ടി മേടിച്ച് ഞാൻ കയ്യിലേക്ക് തരും. എന്തായാലും ചിക്കില് അതിവിടെ അറിയാം. ഇത്ര പെട്ടെന്ന് നാളെ കൊണ്ടുവന്നു വേണുക്കുട്ടൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് നടത്താണ്ടിരിക്കുമോ? അത് നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാ. നമ്മുടെ ഉഗ്രം വണ്ടിയാ. ഡോക്ടർ ഉപയോഗിച്ച് ബൈക്കാ. അതിനെ സാധാരണ കച്ചവടക്കാർ ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇത് ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയല്ലേ? ആടാ, പിന്നെന്താണ് ഒരു വിശ്വാസം ഇല്ലാണ്ട് പറഞ്ഞത്? ഡോക്ടർ ഉപയോഗിച്ചതാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ പറഞ്ഞ വില അത് ഇച്ചിരി കൂടുതലാണ്. എന്താ ബ്രോ ഇത്? 2020 മോഡൽ വണ്ടിയാണ്. നിങ്ങൾ ഷോറൂമിൽ തിരക്കും പറയാം ശരിക്കുള്ള വില. ചിരിപ്പിക്കല്ലേ ബ്രോ? 1.20 നമ്മൾ എടുക്കാം. 1.70. അത് വിട്ട് ഒരു കളിയില്ല. 1.70. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കച്ചവടല്ലേ, പറ എന്തെങ്കിലും പറ. ഞാൻ ഒരു വില പറയാം. അതാണ് 1.5 ലക്ഷം രൂപ തരാമെങ്കിൽ ഇത് ഇപ്പം വണ്ടി അങ്ങോട്ട് ഉറപ്പിക്കും. അങ്ങോട്ട് എന്നെ ആലോചിക്കാൻ നമ്മളൊന്ന് ആലോചിച്ചോട്ടെ. ആലോചിക്കും. നടക്കും, എത്ര നടക്കും. ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ വണ്ടി കൊടുക്കും. നടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മുതലാകത്തില്ല. നീ 1.70 ചോദിച്ചു ഇത്തിരി കടുപ്പായി പോയിട്ടോ. നല്ല വണ്ടിയല്ലേ? എടാ, വേറെ കുറെ നൂലാമാല ഉണ്ട്. വരുന്നുണ്ട്. അതൊരു 1.40 വണ്ടി എടുക്കാം. അതിലപ്പുറം കൂട്ടായില്ല. ശരി, എന്തോ ആവട്ടെ. കൊടുക്ക്. 1.40 1.40 സമ്മതിച്ചു. ഓട്ടാവും. ഓക്കെ അല്ലേ? വണ്ടി നിനക്കൊരു സന്തോഷമില്ലടാ. 1.40 സമ്മതിച്ചില്ലേ? നോക്ക്. വണ്ടി നോക്കട്ടെ. ഒന്നുമില്ല, നോക്കിക്കോ. നോക്കാനൊന്നുമില്ല സാധനം. അതേപോലത്തെ മുട്ടായി വണ്ടിയോ? എന്ത് മധുരമുണ്ട്? ഇത് മൊത്തം സ്ക്രാച്ച് ആണല്ലോ ചേട്ടാ. സ്ക്രാച്ച്? ആളെ പറ്റിക്കാൻ നോക്കാം. നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലേ? സ്ക്രാച്ച് അല്ല, അത് ഡിസൈൻ അല്ലേ? അത് ഇതാണോ ഡിസൈൻ? നോക്ക്, ഈ ഒരു സൈഡ് മൊത്തം സ്ക്രാച്ച്. നീ എന്താണോ ഒരു വിശ്വാസം ഇല്ലാണ്ട് സംസാരിക്കണം? ഞാൻ എത്ര വണ്ടി നിന്റെ ചേട്ടൻ ഞാൻ വണ്ടി വഴി കൊടുത്ത് ഞാനല്ലേ മേടിച്ചു? നിങ്ങളെ വണ്ടി ആയിട്ട് നമ്മളൊരു 5 തൊട്ട് ആ വണ്ടി കംപ്ലൈന്റ് ആയി. നമ്മുടെ പയ്യൻ എന്നിട്ട് ഇവനിങ്ങനെ സംസാരിക്കണേ? ഇത് നമ്മൾ ചോദിച്ചതാ കേട്ടോ. ഇത് എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചത്? ഒന്നുമില്ല, അതാ ഉള്ള വണ്ടിയിലുള്ളതാണ്. ഞാൻ കൂടെ മിണ്ടല്ലേ തന്നെ. സൂചിച്ച ഇവനെന്നാ ഈ പറഞ്ഞത്? അയാളെ പണ്ടേ ഉടായിപ്പാ. ഇയാളെ കൂടെ കൂടി തന്തയും മോനും കള്ളനായി. ഇവിടെ സൂചിച്ച അവൻ പറഞ്ഞു. എന്താടാ നീ എന്നാർന്നോട്ടാ ഈ പറയണത്? ഈ കള്ള വണ്ടിയാണോ നമ്മളെ അടിച്ചേപ്പിക്കാൻ? അവിടെ അമ്മച്ചി, ഇവർക്ക് വല്ല കമ്പിപ്പാര എടുത്തോടെ എവിടെയെങ്കിലും പോയി മോട്ടിച്ച് ജീവിക്കട്ടെ.
നീ പോയി എന്ത് സംസാരിക്കൂ? ഞാൻ എന്ത് സംസാരിക്കാൻ? എടാ എന്ത് കുന്തോ ആവട്ടെ, കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. നീ പോയി സംസാരിക്കേ, ചെല്ല്. അറിഞ്ഞു നോക്കാൻ നടക്കട്ടെ. വീഴ്ചക്കുന്ന കയറാവ്. നിന്നേ എന്നാ വേലയടാ ചെറുക്കാ നീ കാണിച്ചേ. ഈ കച്ചവടം നടന്നില്ലല്ലേ? എനിക്കിപ്പം പൈസ തിരിച്ചു തരാനുണ്ട്. തന്നില്ലെങ്കിൽ നീ അത് എനിക്ക് തരേണ്ടി വരും. ഏത് വകയില്? ഏത് വകയിലാണേലും. എന്തിനു കൊള്ളാടാ നിന്നെ? എന്തായി എന്തായി? മാക്സിമം ഒരു 80,000 രൂപ കിട്ടും. വേണുകൂട്ടാ, നിനക്ക് അറിയാവുന്നല്ലേ, അമ്മയുടെ 100 ലക്ഷം അല്ലേ മേടിച്ച്, അതെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അവരതേ തരുവോളെന്ന്, അതിനുള്ള ഉള്ളൂ. ഇതിനൊരുത്തം കാരണം ഇതെല്ലാം പറ്റിയത്. എന്തെങ്കിലും ആട്ടെ, 80 അത് കൊടുക്കാം, ഉള്ളത് കിട്ടും. നമ്മളെ ഇതിന്റെ കാര്യമൊന്നും ഞാൻ തരാൻ വേണുകൂട്ടാ. എടാ എടാ, ബാക്കി 20,000 രൂപയോ? എന്റെ അമ്മ അത് തരാം. ആ പലിശയും കൂടെ എനിക്ക് കിട്ടണം. ഓ എല്ലാം കൂടെ തരാം. ആ തരണം. അച്ഛൻ മേടിക്കണ്ട അച്ഛാ, നമുക്ക് ഓൺലൈനിൽ നീക്കാം, ഞാൻ എല്ലാം സെറ്റാക്കി തരാം. ഓൺലൈൻ നിർത്തിയേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഇത് എടുത്തിട്ട് പോകണ്ടത്. നിനക്കിത് പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടാടാ? എന്റെ വാക്കൊക്കെ നിങ്ങളല്ലേ കൊടുത്തേ? അനുഭവിച്ചോ? വേറെ എന്റെ തന്നില്ലേ നിന്നെ ഞാൻ വീട്ടിലേക്ക് കയറുവാടാ. ഞാൻ ബാക്കി കൂടെ കാണിച്ചു തരാടാ നിന്നെ ഞാൻ. ആഹാ കാണിച്ചു തരാം ഞാൻ കേട്ടോ. എല്ലാത്തിനും മുഴുപ്രാന്താണ്. പറ്റാത്ത കാടുകളിൽ കുടുംബ കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ജാലകങ്ങൾ നീ തുറന്നു, ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിന്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിന്റെ കീഴിൽ നിന്നു. പാട്ടുപാടി പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരനായി, കൂട്ടുകാരനായി. പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. സിസിലി ചേച്ചി, ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. അതെങ്ങനെയാ ചേച്ചി? നറുക്ക് വീഴുന്നവരോട് ഞാൻ എങ്ങനെയാ പറയുവാ? ചേച്ചി എന്നെ പറയുന്നതല്ലേ നല്ലത്. എന്തായാലും ചേച്ചി കറക്റ്റ് ടൈമിന് വാ. നമുക്ക് നോക്കാം. ശരി, ഓക്കെ. ആരാ മക്കളെ ഫോണിൽ സംസാരിച്ചത്? അത് സിസിലി ചേച്ചി അമ്മേ. ചിട്ടിയുടെ പൈസ അവർക്ക് കൊടുക്കുമെന്നാ ചോദിക്കുന്നത്. അതെങ്ങനെയാ? നറുക്ക് വീഴുമ്പോഴല്ലേ ചിട്ടി പൈസ കൊടുക്കാനൊക്കെ ഉള്ളൂ. ഞാൻ നറുക്ക് വീഴുന്നവരോട് ചോദിക്കുമെന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെ നീ ചോദിക്കും? ഞാൻ പറഞ്ഞു ചേച്ചി എന്നെ ചോദിക്കുന്നതല്ലേ നല്ലേന്ന്. അത് ശരിയാ, എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ. അമ്മ ഈ മാസത്തെ അടവ് എനിക്ക് തന്നിട്ടില്ലല്ലോ. അത് നീ അങ്ങ് എടുത്തു കൊടുക്കും. എൻ്റെ അടുത്ത് എവിടെയുള്ളത്? അത് ശരി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ചിട്ടി ചേർന്നത്. എനിക്ക് സൗകര്യം ഉള്ളപ്പോഴേ ഞാൻ കൊടുക്കുള്ളൂ. അമ്മയുടെ പൈസ കിട്ടിയിട്ട് വേണം കണക്കെല്ലാം തീർത്തുവൊക്കെ. ഞാൻ കാരണം നിന്റെ ഇനി കണക്കൊന്നും തെറ്റണ്ട, ഞാൻ തരാടി. തരൂലേ? തരൂന്നേ. ഉറപ്പല്ലേ? ഉറപ്പാ. ശരി. അല്ല, ചിട്ടിക്ക് ആൾ കൂടുമ്പം പൈസ കൊടുത്താൽ പോരെ? ആ പൈസ എൻ്റെ കയ്യിലിരുന്ന എനിക്ക് പൊളിക്കുവോ? ചേച്ചി, ഞാൻ എൻ്റെ മുടി കളർ ചെയ്യട്ടെ? നീ കളർ ചെയ്യടി. കളർ ചെയ്യാല്ലേ? അച്ഛൻ സമ്മതിക്കും, പക്ഷെ അമ്മ ഭയങ്കര സീന, സമ്മതിക്കത്തില്ല. എടി, നീ സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട പ്രായമായി. അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാലും അമ്മയുടെ അഭിപ്രായം കൂടി വേണ്ടേ? എന്നാ നീ കളർ ചെയ്യണ്ട. എന്താണ്? എനിക്ക് കളർ ചെയ്യണം. കളർ ചെയ്. ഇതിപ്പോ ഉത്തരത്തിലിരിക്കണത് പോവേം പാടില്ല, കഷത്തിലുള്ളത് കിട്ടുകയും വേണമെന്ന് പറഞ്ഞാലാണല്ലോ. ഇതെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചേച്ചിമാരെ, എന്താടാ? എനിക്ക് ഒരു ഹെൽപ്പ് വേണം, നിങ്ങളെ സഹായിക്കോ? എടാ, നിന്റെ ചേട്ടൻ എവിടെ? സഞ്ജു, അവൻ്റെ അടുത്ത് പോയി ചോദിച്ചൂടെ സഹായിക്കാൻ? ഞാൻ എല്ലായിടത്തും നോക്കി ചേച്ചി, ചേട്ടൻ അവിടെ ഇല്ല. അപ്പൊ അതാണ് മോൻ ഇങ്ങോട്ട് വന്നത് അല്ലേ? നിങ്ങള് ഹെൽപ്പ് ചെയ്യോ? ഇല്ലേ? ഇല്ല, ചെയ്യത്തില്ല. നീ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ പറയുന്നതല്ല, ഞാൻ അപ്പം തന്നെ ചെയ്തു തരണം. എന്റെ പൊന്നു സാറേ, ഇയാൾ ഇനി ഇങ്ങോട്ടൊന്നും സഹായത്തിന് വരണ്ട. എടി, നീ മിണ്ടായിരിക്കടി, അവൻ പറയട്ടെ. എനിക്ക് ഒരു 4 വരി പാട്ട് മലയാളത്തില് ആനേനെ പറ്റി
അത്രേ ഉള്ളൂ. ചേച്ചി പാടിത്തരാറാ. തൊന്തരവ് തൊന്തരവ് തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്. മഴക്കായി അവൻ പോയി. ഇനി മേലൊക്കെ പാട്ട് ചോദിച്ചു വരില്ല. സമാധാനായി. ഏകാന്ത ചന്ദ്രികെ തേടുന്നതെന്തിനോ. സൂപ്പർ, അടിപൊളി. നിങ്ങൾ ഇത് എന്തോരുമാണ് ഈ കുടിച്ചു കൂട്ടണത്? എന്ത് എന്ത് എന്താ കാര്യം പറ. മനസ്സ് കിടന്ന് പിഴക്കുകയാണ്. മനസ്സ് പിടക്കണ്ടെങ്കിൽ കുടിക്കണം. പ്രകാശി, എന്റെ മനസ്സ് കിടന്ന് പിടയുന്നുണ്ടോ എന്നൊരു സംശയം. അവിടെ നീയും കുടിക്കണം. മുഴുവൻ കുടിക്കല്ലേ. എടാ, ഞാൻ ഇന്ന് വരെ ആരുടെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല. ഞാനും കുനിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും കുനിച്ചിട്ടില്ല. പക്ഷെ ഒരൊറ്റ ആളുടെ മുമ്പിലേ ഞാൻ തല കുനിച്ചു. ആരാ പ്രകാശിച്ചത്? എന്റെ ഭാര്യ പുഷ്പഴം. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഓടാ, അതെന്തുകൊണ്ടാണെന്നറിയാം നിനക്ക്? എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭാര്യമാരെ നമ്മൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. അത് വേണം. അവളെന്നെ ചോദിച്ചത് ചതിക്കും. അവരുടെ മുഖം കണ്ടാ അറിയാം അവര് ചതിക്കും. എത്ര നീ അങ്ങോട്ടും വലിഞ്ഞേറി പോണെന്നൊക്കെ എനിക്കറിയാം. അങ്ങോട്ടൊന്നും പോകണ്ട. അവളെന്റെ ഭാര്യ. എന്ത് നിങ്ങൾ ആദ്യം എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്ക്. ഞാനിപ്പോ ചതിയുടെ കൂട്ടത്തിൽ നിൽക്കണോ സ്നേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കണോ? എടാ, സ്നേഹം വേണ്ടടാ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്റെ മുത്തല്ലേ. മതി പ്രകാശ്, എഴുന്നേക്ക്. ഞാനും അവളെ ഒരു പാഠം പഠിപ്പിക്കൂടാ. സ്നേഹത്തിന്റെ പാഠം. പ്രകാശി, അതിനെ നമ്മുടെ ജീവിതം അങ്ങ് പഠിപ്പിച്ചാ പോരെ? മതിയടാ, നീ എന്റെ മുത്ത്. പ്രകാശി എന്റെ സ്വത്താണ്. നമ്മുടെ സ്നേഹം കാണിച്ചു കൊടുക്കൂടാ. കൊടുക്കണം പ്രകാശി, കൊടുക്കണം. നമുക്കൊരു തനി സ്നേഹം. പിന്നെ കിടക്കല്ലേ, എഴുന്നേറ്റ് ഇവിടെ ഞാനും കിടക്കാം. ഇല്ലല്ലേ, ഇവിടെ വല്ല പാമ്പോ പഴുതാരൊക്കെ വരും. പിടി, ആവശ്യത്തിന് കുടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണ്. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? പ്രകാശി, ആടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ആടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? ചെരുപ്പ് എടുത്തിട്ടു. നാളെ കാണും. കുടിച്ചിട്ട് മുഴുവൻ കുടിക്കണം നീ കേട്ടാ. മുഴുവൻ കുടിക്കണേ. പാമ്പ് കുമാളമുണ്ട്, പറവകൾ ആകാശമുണ്ട്. ആ, എങ്ങനെയെങ്കിലും ഇനി PSC ഒക്കെ എഴുതി എടുക്കണം. എന്തോന്ന് കോച്ചിങ്. എന്റെ നോളജിനെ പറ്റി നിനക്ക് അറിയാലോ. ആ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കാതെ. നീ എന്ന് വന്നടേ? എന്ന് വന്നെന്നാ? നല്ലോണം മിനിങ്ങിട്ടുണ്ടല്ലോ. ശരിയാക്കി തരാവേ. ഇതൊന്ന് ശരിയാക്കി തരാനടേ. വാളിച്ചു ഓടാ. അമ്മ, ഒന്നിങ്ങോട്ട് വന്നേ. എന്നാ ഒന്ന് പുറത്തേക്കൊന്ന് വാ. എന്നാ ഞാൻ കാണിച്ചു തരാം. വാ. എനിക്ക് സമയമില്ല. എനിക്ക് ഇതെല്ലാം തീർത്തിട്ട് ചിട്ടീന്റെ ആളെല്ലാം വരും. ഒന്ന് വാ. ചേട്ടാ, എനിക്ക് ആനേനെ പറ്റി 4 വരി കവിത ഒന്ന് എഴുതി തരൂ. ഇപ്പൊ സമയമില്ല പുണ്ണി, നീ ഒന്ന് പോയേ. ചേട്ടാ പ്ലീസ് ചേട്ടാ. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലായി. ഒന്ന് പോവാ പുണ്ണി. എനിക്ക് ടീച്ചറ് വോയിസ് റെക്കോർഡ് ഇട്ട് അയച്ചു കൊടുക്കണ്ട. പറ്റൂല. അമ്മ വന്നേ. ചേട്ടാ എഴുതി തരണ്ട, അമ്മ എഴുതി തരൂ. മക്കൾ ഇപ്പം പോയാ അമ്മ പിന്നെ എഴുതി തരാം. അമ്മ ഒന്ന് കവിയത്തില്ല, നിനക്ക് കവിത എഴുതി തരാം എപ്പോഴും. അമ്മ ഒന്ന് പുറത്തോട്ട് വന്നേ. എന്നാ പറ. അച്ഛൻ അവിടെ കള്ളു കുടിച്ച് ബോധമില്ലാതെ മുട്ട തോന്നിപ്പോണം.
ഇതാ ഇവിടെ. എന്തിനാ അമ്മ എന്നെ വിളിച്ച് പേടിപ്പിച്ചേ? എന്തൊരു കോലവാടാ ഇത്. കോലത്തിന് എന്താ കുഴപ്പം? ഇത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വന്നേ. വന്നില്ലെങ്കിൽ എടാ അവിടെ കൂടെ ഒന്ന് ചെല്ലടാ. അമ്മ പാവാ. അമ്മയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അതുകൊണ്ടാണല്ലോ ചിട്ടി വീണ പൈസ എനിക്ക് തരാന്ന് നേരത്തെ അമ്മ പറഞ്ഞത്. ചിട്ടി വീണാ ഞാൻ എൻ്റെ മോന് തരാം. നിങ്ങളിങ്ങ് വന്നേ. വാ. ചെരുപ്പിട്. ചെരുപ്പിട്. വാ. ചിട്ടിയുടെ പൈസ ഞാൻ തരാം. നീ അങ്ങോട്ട് ചെല്ല്. ഇന്നിപ്പോ ഇവിടെ നല്ല ഷോ ആയിരിക്കും. അച്ഛനമ്മയും വഴക്കൂടുന്ന നോക്കി രസിക്കാം. കേറി പോടാ അകത്തോട്ട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നിന്റെ സാരി തുമ്പയിൽ എന്നെ കെട്ടിയിടാന്ന് വിചാരിക്കട്ടെ. എത്ര എണ്ണം അടിച്ചു? എനിക്ക് സൗകര്യമുള്ളത്. എന്നാ നീ അറിഞ്ഞോ? 4 കുപ്പി. കള്ള. ഒറ്റക്കോ അതോ ഗ്യാങ് ആയിട്ടോ? എന്റെ വേണിക്കൂട്ടനുണ്ടായിരുന്നേ എന്റെ കൂടെ. വേണുക്കുട്ട അവന് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഞൊട്ടു. അവനേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്നോട് സ്നേഹം. അത് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ആടി 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 ഇങ്ങനെ നടക്കുന്നേ. നിനക്ക് സ്നേഹത്തെ പറ്റി പറഞ്ഞാൽ എന്തറിയാം? വെറുതെ ഭാര്യയും ഭർത്താവായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. മനുഷ്യനെ അറിയണം, മനസ്സറിയണം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിൽ നിന്നും നാമ്പുകൾ വിരിയട്ടെ. മനസ്സറിയണോടി. മനസ്സ് നിനക്കൊണ്ടത് പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പിച്ചിമ്പയ്യായി പറയുന്നത്? അതെ, മനസ്സിനെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോ നിന്റെ മനസ്സിൽ പിശാച് വരുന്നത്. പിശാച് നിങ്ങൾ അച്ഛൻ. എന്റെ അച്ഛനല്ലടി, നിന്റെ അച്ഛൻ. ഒന്നും കൂടി പറഞ്ഞു നോക്ക്. ഇനി 10 പ്രാവശ്യം പറയൂടി. അച്ഛാ. അയ്യോ എന്റെ പൊന്നു മക്കളെ, ഇങ്ങ് വന്ന് എന്നാണ് മാറിക്കടാ. മാറു. ആയിക്കോട്ടെ. ഞാനേ എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചേ. അല്ല കണ്ണേ കണ്ണേ ആളൊന്നും അല്ല. അല്ലേ അച്ഛാ? അതെ പറ മക്കള് പറ. എന്നാ എനിക്ക് ആനേന്റെ ഒറ്റയിൽ 4 വരി പാട്ട് വേണം മലയാളത്തില്. ബെസ്റ്റ്. നല്ല ആളോടാ ചോദിക്കുന്നത്. മക്കള് കുറച്ചു നേരം അവിടെ പോയിരുന്നു. അച്ഛൻ അപ്പുറത്തേക്ക് ഒരു പാട്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാം. അവിടെ നിൽക്ക. ഏയ് കണ്ടല്ല, നീ പ്രസവിച്ച കൊച്ച. പക്ഷെ അവനൊരു ആവശ്യം വന്നപ്പോൾ അവൻ എൻ്റെ കയ്യിലാണ്. സ്നേഹം എന്താന്ന് അറിയണോടി. അതൊന്നും നിനക്ക് അറിയത്തില്ല കേട്ടാ. ഞാൻ അതൊന്ന് അടിച്ചോക്ക്. അടിക്കുപടി. കണ്ണും മൊത്തം ഇരിക്കുന്ന കണ്ടില്ലേ? നിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യം പറഞ്ഞാൽ ഓർമ്മയുണ്ട? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് പൈസ തന്ന് സഹായിക്കണം. അപ്പൊ നീ എന്തുവാ പറഞ്ഞ? എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല. എടീ, പൈസ ഉണ്ടെങ്കിലും ഞാൻ തരില്ല. നീ തരില്ലടി. ഒറ്റ ഇടിക്കില്ല നിങ്ങൾ. കൊച്ചു കാണും. മക്കളിങ്ങനെ വന്നേ. മക്കൾ പോയാ അവിടെ ഇരുന്നു. ഞാൻ കവിത കൊണ്ടുവരാം കേട്ടാ. നിശല്ലേ, നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരും. നീ ഇടിക്ക് കേട്ടാ. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ആടിക്കൊഞ്ഞ് നടക്കാൻ വേണ്ടിട്ട്. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, എന്നും പ്രതിധ്വനിക്കുമെന്നോർമ്മയിൽ. പാതവക്കത്തെ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. ഇന്നു ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ. പിള്ളേരെ വാടാ.